ഓം സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്ത വന്ദേ ഗുരുപരമ്പര. ഓം സഖനാ ഭവതൗ സഖനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ആദരണീയരായ എല്ലാ പ്രേക്ഷകർക്കും നമസ്തേ. കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ ഹിന്ദുത്വത്തെക്കുറിച്ച്, അതായത് സനാതനധർമ്മത്തെക്കുറിച്ച് വിശദമായി പ്രതിപാദിച്ചിരുന്നു. ധർമ്മത്തിൻ്റെ 4 ലക്ഷണങ്ങൾ വേദം, സ്മൃതി, സദാചാര, സ്വസ്യച പ്രിയമാത്മന ഏവ ചതുർവിധം പ്രാഹു സാക്ഷാൽ ധർമ്മസ്യ ലക്ഷണം എന്ന് സൂചിപ്പിച്ചിരുന്നു. അതേക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ഇവിടെ ധർമ്മത്തിന് 4 ലക്ഷണങ്ങൾ ഉണ്ടെന്നാണ് ആചാര്യമതം. ധർമ്മത്തിന് ഈ 4 ലക്ഷണങ്ങൾ കൂടാതെ 10 ലക്ഷണങ്ങൾ കൂടിയുണ്ട് എന്ന് ആചാര്യന്മാർ സമർത്ഥിക്കുന്നു. അതിവയാണ്: ധൃതി, ക്ഷമ, ശമം, ദമം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ധീർവിദ്യ, സത്യം, അക്രോധം, ദശകം, ധർമ്മലക്ഷണം. ഏതൊക്കെയാണ്? ധൃതി, ക്ഷമ, ശമം, ദമം, അസ്തേയം, ശൗചം, ഇന്ദ്രിയ നിഗ്രഹം, ധീർവിദ്യ, സത്യം, അക്രോധം, ദശകം, ധർമ്മലക്ഷണം. 10 ധൃതി, അതായത് ഉത്സാഹം. ക്ഷമ, ക്ഷമ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ജീവിതത്തിൽ അവശ്യം വേണ്ടതും നമുക്ക് ഒട്ടുമില്ലാത്തതുമായ സാധനം, അതാണ് ക്ഷമ. അടുത്തതാണ് ശമം, അതായത് ഇന്ദ്രിയങ്ങളുടെ അടക്കത്തിനാണ് ശമം എന്ന് പറയുന്നത്. അടുത്തത് ദമമാണ്. എന്താ ദമം? ചിത്തവൃത്തി നിരോധം എന്ന് പറയും. മനോവൃത്തികളെ നിരോധിക്കൽ, അതാണ് ദമം. അപ്പോൾ അതേക്കുറിച്ച് വിശദമായി നമുക്ക് പിന്നീട് പ്രതിപാദിക്കാം. അസ്തേയം, സ്തേയം എന്ന് പറഞ്ഞാൽ മോഷണം എന്നാണ് അർത്ഥം. അസ്തേയം അതായത് മോഷ്ടിക്കാതിരിക്കൽ. വേദാന്തത്തിൽ അസ്തേയത്തിന് ഒട്ടേറെ വ്യാഖ്യാനങ്ങൾ വേറെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ശൗചം, ബാഹ്യ ആഭ്യന്തര ശുചിത്വം ശൗചത്തിൽപ്പെടും. അങ്ങനെ അടുത്തതാണ് ഇന്ദ്രിയ നിഗ്രഹം. ആദ്യം സൂചിപ്പിച്ചിരുന്നു ഇന്ദ്രിയങ്ങളുടെ അടക്കത്തെക്കുറിച്ച്. ഇപ്പോഴ് ഇന്ദ്രിയങ്ങളെ പൂർണ്ണമായും നിഗ്രഹിക്കണം. നമുക്കറിയാം 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ എല്ലാ വ്യക്തിക്കുമുണ്ട്. ജ്ഞാനേന്ദ്രിയങ്ങൾ ഇവയാണ്: കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി. കർമ്മേന്ദ്രിയങ്ങൾ വാക്ക്, പാദം, പാണി, പായു, ഉപസ്ഥം. ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങളിൽ ജ്ഞാനേന്ദ്രിയങ്ങൾ, നമുക്കറിയാം പ്രത്യക്ഷത്തിൽ നമുക്ക് അറിവ് തരുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളാണ്. 5 തലത്തിലാണ് നമുക്കറിയാൻ കഴിയുക. കണ്ടറിയാം, കേട്ടറിയാം, തൊട്ടറിയാം, രുചിച്ചറിയാം, മണത്തറിയാം. അതായത് ഈ 5 ഇന്ദ്രിയങ്ങളിലൂടെയുള്ള അറിവിനാണ് നമ്മൾ പ്രത്യക്ഷത്തിലുള്ള അറിവ് എന്ന് നമ്മൾ പറയും. അപ്പോൾ
ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങളുടെ അടക്കം, ഇന്ദ്രിയങ്ങളെ എങ്ങനെ അടക്കുന്നത്? ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു രഹസ്യമുണ്ട്. നമ്മൾ ആരും കാണാതെ പോകുന്ന ചില കാര്യങ്ങൾ. വേദാന്തം പറയുന്നത് കാണാനാണ് കണ്ണ് തന്നിരിക്കുന്നതെങ്കിലും കാണരുതാത്തത് കാണാനുള്ള ആ ഒരു അഭിവാഞ്ച കൂടുതലാണ് കണ്ണിന്. കേൾക്കാനാണ് കാത് തന്നിരിക്കുന്നതെങ്കിലും കേൾക്കരുതാത്തത് കേൾക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് നമ്മുടെ കാതിന്. സ്പർശനത്തിനാണ് ത്വക്ക് തന്നിരിക്കുന്നത്, സ്പർശിക്കരുതാത്തത് സ്പർശിക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ് നമ്മുടെ ത്വക്കിന്. അപ്പോൾ ഇങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളെ, ഈ പറഞ്ഞ ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചില അപകടങ്ങൾ കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഗീതയിൽ പറഞ്ഞത്, ഒരു ആമ ആപത്ത് ഘട്ടത്തിൽ തൻ്റെ അവയവങ്ങളെ എങ്ങനെയാണോ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ വിഷയങ്ങളിൽ വ്യാപരിക്കുന്ന ഇന്ദ്രിയങ്ങളെ തന്നിൽ തന്നെ അതാത് ഇന്ദ്രിയ അധിഷ്ഠാന തത്വങ്ങളിൽ ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ നിരന്തരമായ പരിശീലനം കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നിഗ്രഹം സാധിക്കണം. അങ്ങനെ ഇതാണ് ഇപ്പോൾ പറഞ്ഞത് ഇന്ദ്രിയ നിഗ്രഹം. അടുത്തതാണ് ആത്മവിദ്യ. അടുത്തത് സത്യം. എന്താ സത്യം? നമ്മളൊക്കെ സത്യം പറയുന്നവരാണ്. എൻ്റെ അമ്മയാണ് സത്യം, എൻ്റെ 2 കുഞ്ഞുങ്ങളാണ് സത്യം. യഥാർത്ഥത്തിൽ ആരെയും വിളിച്ച് സത്യം പറയേണ്ട കാര്യമില്ല. സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? ഈശ്വരൻ എന്നാണ്. സത് അയം ഏ ഇതി സത്യ. സത് എന്ന് പറഞ്ഞാൽ സത്തായിട്ടുള്ളത്, അയം ജീവാത്മാവ്. അതുകൊണ്ടാണ് സത്യം എന്ന വാക്ക് ഉണ്ടായത് തന്നെ. സത്യം എന്ന വാക്കിൻ്റെ അർത്ഥം ഈശ്വരൻ. അതുകൊണ്ടാണ് ഇവിടെ സത്യം. അടുത്തതാണ് അക്രോധം. 10ാമത്തേതാണ് ക്രോധം ഇല്ലാത്ത അവസ്ഥ. മഹാഭാരതത്തിൽ സ്ത്രീ പർവം എന്നൊരു ഭാഗമുണ്ട്. ആ സ്ത്രീ പർവത്തിൽ കുരുക്ഷേത്ര യുദ്ധ അനന്തരം കുരുക്ഷേത്ര ഭൂമി കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു പോകുന്ന ധൃതരാഷ്ട്ര പത്നിയായ ഗാന്ധാരി മാതാവിനോട് വേദവ്യാസൻ ഉപദേശിച്ചു വിടുന്നുണ്ട്. ഈ ശാപം കൊടുക്കല പാണ്ഡവന്മാർക്കു നീ, ക്രോധം വരുത്തല മേലിലുമേതുമേ, ക്രോധമാകുന്നത് വിത്തെന്നറിയണം പാപമാകുന്ന മരാമരത്തിൻ്റെടോ. ഇവിടെ പാപമാകുന്ന വൻമരത്തിൻ്റെ വിത്താണ് ക്രോധമെന്നാണ് പറയുന്നത്. ക്രോധം പരിത്യജിക്കണം ബുദ്ധജനം. ആത്മജ്ഞാനികളായ ആളുകൾ, പണ്ഡിതന്മാരായ ആളുകൾ ക്രോധം പരിത്യജിക്കുകയാണ് വേണ്ടത്. ദേഷ്യം ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാണ് 10 ധർമ്മലക്ഷണങ്ങളായി കണ്ടത്. അപ്പോൾ ഈ ധർമ്മത്തിന് 5 പിരിവുകളുണ്ട്. അഥവാ ധർമ്മം ഈ പ്രപഞ്ച സത്തയിൽ 5 രൂപത്തിലാണ് നിൽക്കുന്നത്. അതാണ് 1 വ്യക്തിധർമ്മം. പഞ്ചമഹാധർമ്മങ്ങളിൽ ഒന്നാണ് വ്യക്തിധർമ്മം. 2ാമത്തേതാണ് കുടുംബധർമ്മം. 3ാമത്തേത് സമൂഹധർമ്മം. 4ാമത്തേത് രാഷ്ട്രധർമ്മം. 5ാമത്തേത് ലോകധർമ്മം. വ്യക്തിധർമ്മം, കുടുംബധർമ്മം, സമൂഹധർമ്മം, രാഷ്ട്രധർമ്മം, ലോകധർമ്മം. ഈ പഞ്ചമഹാധർമ്മങ്ങൾ വ്യക്തി സാപേക്ഷികമാണെന്നാണ് വേദങ്ങൾ പറയുന്നത്. അഥവാ വ്യക്തിനിഷ്ഠമാണ്. എൻ്റെ ധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഞാനാണ്, എൻ്റെ കുടുംബത്തോടുള്ള ധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഞാനാണ്,
ഈ സമൂഹത്തോടുള്ള ധർമ്മം അനുഷ്ഠിക്കേണ്ടത് ഞാനാണ്. ഈ രാഷ്ട്രധർമ്മവും ലോകധർമ്മവും അനുഷ്ഠിക്കേണ്ടത് വ്യക്തിയായതുകൊണ്ട് പഞ്ചധർമ്മങ്ങൾ വ്യക്തി സാപേക്ഷികമാണ് എന്ന് വേദങ്ങൾ അനുശാസിക്കുന്നു. അപ്പോൾ അതിൽ ഓരോ ധർമ്മത്തെക്കുറിച്ചും നമുക്ക് അടുത്ത ഭാഗത്ത് വിശദമായി പ്രതിപാദിക്കുന്നുണ്ടാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ഉദ്യമത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. എല്ലാവർക്കും നമസ്തേ.